നമ്മുടെ ശരീരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന നരമ്പുകളെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വൈറ്റമിൻ ബി ഇതിന് എങ്ങനെയാണ് സഹായകരമാവുന്നത്? അതുപോലെ നമുക്ക് വയറിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾക്കും വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണോ? എത്ര മരുന്ന് കഴിച്ചിട്ടും ഇത്തരം അസുഖങ്ങൾക്ക് ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടും നമുക്ക് പൂർണ്ണമായത് മാറ്റം വരാത്തത് ഈ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ രശ്മി മഹ്മൂദ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. പലപ്പോഴും നമ്മളെല്ലാവരും പല അസുഖങ്ങൾക്കും പല ബുദ്ധിമുട്ടുകൾക്കും ആദ്യം ചെയ്യുക ഫാർമസിയിൽ പോയിട്ട് വൈറ്റമിൻ ബി ഗുളികൾ വാങ്ങിക്കഴിക്കും, സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കഴിക്കും. അതിപ്പം വായ്പുണ്ണിനാണെങ്കിലും അല്ലെങ്കിൽ മുടി കൊഴിച്ചിലിനാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത്, പലരും ആദ്യം ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. വൈറ്റമിൻ ബി കോംപ്ലക്സ് നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. ഒരു 60-65 വയസ്സായി കഴിഞ്ഞാൽ മിക്ക ആൾക്കാരിലും, അതായത് ഒരു 3-ൽ 1 വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പല ലക്ഷണങ്ങൾക്കും പല അസുഖങ്ങൾക്കും നമ്മൾ അതിനുള്ള മരുന്നുകൾ ഓരോന്നും എടുക്കുമെങ്കിലും ഈ ഒരു വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി കൂടെ ഉള്ളത് കൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾക്ക് മരുന്നുകൾ കഴിച്ചിട്ടും നമുക്ക് മാറ്റമൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ ഒരു ക്യൂർ കിട്ടുന്നുണ്ട്, പക്ഷേ വീണ്ടും ഈ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മളൊന്ന് വൈറ്റമിൻ B12ഉം അതുപോലെ വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും ചിലപ്പോൾ വൈറ്റമിൻ B12ൻ്റെയും വൈറ്റമിൻ ഡിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി കാരണമായിരിക്കും ഇത്തരം അസുഖങ്ങൾ വിട്ടുമാറാതെ വരുന്നത്. നമ്മൾ എന്താ ചെയ്യുക, പലരും ആ ഒരു അസുഖം അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടിട്ട് അതിനുള്ള മരുന്നുകൾ കഴിക്കും. ഇപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള അതിനുള്ള മരുന്നുകൾ കഴിക്കും, അല്ലെങ്കിൽ ഓർമ്മക്കുറവും കാര്യങ്ങളാണ് അതിനുള്ള മരുന്നുകൾ കഴിക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അസുഖം ഇങ്ങനെ ആ സമയത്തൊന്ന് കുറയും, പക്ഷെ വീണ്ടും അത് വന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റമാണ് വിളർച്ച എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അകാരണമായ ക്ഷീണം ഉണ്ടാവും, അതുപോലെ ഓർമ്മക്കുറവുണ്ടാവാം, അതുപോലെ തന്നെ നമുക്കൊരു കോർഡിനേഷൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പോലെ തോന്നാം, ഡിപ്രഷൻ വരാം, ആൻസൈറ്റി വരാം, അതുപോലെ കൈകാലുകൾക്ക് ഉണ്ടാവുന്ന തരിപ്പ്, ഉറക്കക്കുറവ്, ഇത്തരം ലക്ഷണങ്ങളൊക്കെ നമുക്ക് വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി ആയിട്ട് വരാം. ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വൈറ്റമിൻ B12 നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടെ നമുക്ക് വൈറ്റമിൻ B12 കിട്ടുകയാണെങ്കിൽ നമ്മളത് ആദ്യം അത് ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് അത് അബ്സോർബ് ആവുന്നത്. അതായത് നമ്മൾ കഴിക്കുന്നു, ആമാശയത്തിലോട്ട് പോകുന്നു, അവിടെ നിന്നുള്ള ദഹന പ്രക്രിയകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ചെറുകുടലിലോട്ട് വരും. ചെറുകുടലിലെത്തിയിട്ടാണ് ഈ വൈറ്റമിൻ B12 ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്. അവിടെ നിന്ന് അത് നേരെ ലിവറിലോട്ട് പോയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഈ വൈറ്റമിൻ B12ന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് വാട്ടർ സൊല്യൂബിളാണ്, അതായത് വെള്ളത്തിൽ അലിയുന്നൊരു വൈറ്റമിനാണ്. വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിൻസും ഉണ്ട്, നമുക്കതുപോലെ വെള്ളത്തിൽ അലിയാത്ത വൈറ്റമിൻസും ഉണ്ട്. ഈ വൈറ്റമിൻ B12 വെള്ളത്തിൽ അലിയുന്ന ഒരു വൈറ്റമിനാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിങ്ങനെ ഡെയിലി ഇൻടേക്ക് ചെയ്യണം. അതായത് നമ്മൾ സ്ഥിരമായി നമ്മൾ ദിവസേന നമ്മൾ വൈറ്റമിൻ B12 അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ വൈറ്റമിൻ B12 എങ്ങനെയാണ് സഹായിക്കുന്നത്, അതായത് നമ്മുടെ ബോഡീനെ വൈറ്റമിൻ B12 എങ്ങനെയാണ് സഹായിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ്ങിൽ വൈറ്റമിൻ B12ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വൈറ്റമിൻ B12 കുറയുമ്പോൾ, ഞാൻ നേരത്തെ ലക്ഷണങ്ങൾ വിളർച്ച പറഞ്ഞല്ലോ, അത് ഈ ചുവന്ന രക്താണുക്കൾ കുറയുമ്പോഴാണല്ലോ നമുക്ക് ഈ വിളർച്ചയൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ന്യൂറോൺസിൻ്റെ ആരോഗ്യത്തിനും ഈ ഒരു വൈറ്റമിൻ B12 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന നാഡികളെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ വൈറ്റമിൻ B12 എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നാഡികളുടെ, അതായത് ന്യൂറോൺസിൻ്റെ പുറത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു മയലിൻ ഷീറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പൈപ്പ് പോലെ സങ്കല്പിക്കുക, നമ്മുടെ നാഡി ഒരു പൈപ്പ് പോലെ ആണെങ്കിൽ അതിന് ചുറ്റിലൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമ്മളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കവറിങ് പോലെ, ഒരു ഷീറ്റ് പോലെ ഉണ്ട്. അതാണ് മയലിൻ ഷീറ്റ്. ഈ മയലിൻ ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നാടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ മയലിൻ ഷീറ്റാണ്. അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോർഡിനേഷൻ്റെ കുറവ്, ഓർമ്മക്കുറവ്, നമുക്കിപ്പോൾ ചൂട് തണുപ്പൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ വയ്യാതിരിക്കുക, അത്തരം കാര്യങ്ങളും അത്തരം ലക്ഷണങ്ങളൊക്കെ നമ്മൾക്കുണ്ടാവും. അപ്പം ഈ മൈലിൻ ഷീറ്റിൻ്റെ ഒരു പ്രവർത്തനത്തിനും ആരോഗ്യത്തിനൊക്കെ വൈറ്റമിൻ B12 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ തന്നെയാണ്
ചെയ്യുന്നത്. അപ്പോൾ മയലിൻ ഷീത്തിന് എന്തെങ്കിലും നാശം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ നാഡികൾ നശിക്കുകയും അതുവഴി നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതായത് കോർഡിനേഷൻ കുറവ്, മെമ്മറി ലോസ്, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി വൈറ്റമിൻ B12 ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ നമുക്ക് മെമ്മറി കൂടാനും ബോഡി ഒന്ന് സ്ട്രെങ്തൻ ആവാനും നമുക്ക് കോർഡിനേഷനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ശരീരത്തിൽ ഈ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന നരമ്പുകളുടെ പ്രവർത്തനങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ വൈറ്റമിൻ B12 വളരെ സഹായകരമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഉപയോഗമുള്ള മറ്റൊരു മേഖലയാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി, അതുപോലെ നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥികൾ. ഇവയ്ക്കെല്ലാം വൈറ്റമിൻ B12 ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാലുള്ള ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. അതായത് പൊണ്ണത്തടി ഉണ്ടാവാം, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, പിന്നെ മെമ്മറി കുറവ്, മുടി കൊഴിച്ചിൽ, അങ്ങനെ ഒരുപാട് സിംറ്റംസ് നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനം കുറഞ്ഞതിനാൽ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഈ വൈറ്റമിൻ B12 ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ബുദ്ധിമുട്ടുകളും ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ന അസുഖത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ മരുന്ന് കഴിക്കും. പ്രോപ്പറായിട്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാകും. പക്ഷെ മരുന്ന് നിർത്തുമ്പോൾ നമുക്ക് വീണ്ടും അസുഖങ്ങൾ വരും. അപ്പോൾ നമ്മൾ വീണ്ടും മരുന്നെടുക്കും. അങ്ങനെ റിപ്പീറ്റഡായിട്ട് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ഓർമ്മയിൽ വെക്കുക, നമുക്കപ്പോൾ വൈറ്റമിൻ B12 ഒക്കെ ഇത്തരം ഡെഫിഷ്യൻസികൾ എന്തെങ്കിലും ഉണ്ടാവാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യാം. ഇനി ഇത്തരത്തിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് വെജിറ്റേറിയൻസിനാണ് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൂടുതൽ ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ വൈറ്റമിൻ B12 കൂടുതൽ അടങ്ങിയിട്ടുള്ളത് റെഡ് മീറ്റിലാണ്, മാംസാഹാരത്തിലാണ്. ബീഫ് അല്ലെങ്കിൽ മട്ടൺ, അതിനൊക്കെ ലിവറിലൊക്കെ വൈറ്റമിൻ B12 വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പം വെജിറ്റേറിയൻസിനാകുമ്പോൾ ആ ഒരു സോഴ്സിൽ നിന്ന് വൈറ്റമിൻ B12 കിട്ടില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കിട്ടാനുള്ളൊരു ഓപ്ഷനാണ് തേങ്ങാപ്പാലിൽ വൈറ്റമിൻ B12 ഉണ്ട്. പിന്നെ ചില ബീൻസിലൊക്കെ വൈറ്റമിൻ B12 ഉണ്ട്, പക്ഷേ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉള്ളത്. ഈ ലിവർ മീറ്റിൽ ഉള്ളതിനേക്കാളും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിന് ഈ ഒരു വൈറ്റമിൻ B12 ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ആൽക്കഹോൾ ഇൻടേക്ക് ഉള്ള ആൾക്കാരിൽ അവർക്കും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട്. കാരണം അവർക്കൊക്കെ അസിഡിറ്റി കുറയുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഈ ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാരിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിന് നമുക്ക് ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരിൽ ഗേഡ്, അതായത് GERD അല്ലെങ്കിൽ സീലിയാക് ഡിസീസ്, അത്തരം അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരിലും ഈ ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾക്ക് ഈ ഗ്യാസ്ട്രിക് സംബന്ധമായ ഇത്തരം അസുഖങ്ങൾക്ക് നമ്മൾ മരുന്നെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു, ഈ കൈകാല് തരിപ്പ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, കോർഡിനേഷൻ കുറവ്, അത്തരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ B12 സിംറ്റംസ് ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ വൈറ്റമിൻ B12 സപ്ലിമെൻ്റ് കൂടി എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിലും ഡയറ്റിലും ഡെയിലി അത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടരാണ് നമ്മൾ മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട്, അതായത് നമ്മൾ ഷുഗറിനുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരിൽ, അല്ലെങ്കിൽ കോൺട്രസെപ്റ്റീവ് പിൽസൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരിലും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇത്തരം ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. കാരണം ഈ നല്ല ബാക്ടീരിയാസാണ് നമ്മുടെ ഗട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരം ന്യൂട്രിയൻസിനൊക്കെ വലിച്ചെടുക്കാൻ അബ്സോർബ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ടിൽ ഇത്തരം നല്ല ബാക്ടീരിയകൾ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിൽ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വയറ്റിൽ pH ലെവൽ പ്രോപ്പർ അല്ലെങ്കിലും നമുക്ക് ഈ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം. അതായത് ഇപ്പം അൾസറിനൊക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് അവരുടെ അസിഡിറ്റിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാകുമ്പോൾ അവർക്കും ഇതുപോലെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ IBS, ക്രോൺസ് ഡിസീസ്, ഇത്തരം അസുഖങ്ങളുള്ള ആൾക്കാരിലും നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കണ്ടുവരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ഈ ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു അസുഖത്തിന് കുറേ ലക്ഷണങ്ങൾ ഉണ്ടാവാം. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരം ലക്ഷണങ്ങളും കണ്ടു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ പോയി കുറേ മരുന്ന് കഴിക്കുന്നതിന് പകരം പ്രോപ്പറായിട്ട് ഡോക്ടറെ അടുത്ത് സിംറ്റംസ് ഒക്കെ പറഞ്ഞ് പ്രോപ്പറായിട്ടുള്ളൊരു ഡോക്ടറിനെ കണ്ട് നമ്മൾ സിംറ്റംസ് ഒക്കെ സംസാരിച്ച് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൂടെ ഈ അസുഖത്തിൻ്റെ കൂടെ നമുക്ക് ഉണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട്
അതിന് വേണ്ടുന്ന സപ്ലിമെൻറ്റ്സ് കൂടെ, അതായത് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കൂടെ നമ്മൾ ഈ മരുന്നിൻ്റെ കൂടെ നമ്മൾ എടുക്കണം. നമുക്ക് ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. അതുപോലെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അൾസറോ അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനും ഈ സിംറ്റംസും ഈ ഡെഫിഷ്യൻസിയും കോറിലേറ്റ് ചെയ്യുന്ന മരുന്നുകളും ലഭ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വൈറ്റമിൻ്റെ സപ്ലിമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇത്തരം സിംറ്റംസ് ഒക്കെ കണക്കിലെടുത്ത് നമ്മൾ അത്യാധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളതിൻ്റെ രോഗനിർണയം നടത്തുന്നതും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയുള്ള മരുന്നുകൾ നമ്മൾ ലഭ്യമാക്കുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക? അതായത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കഴിക്കണം, ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഈ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മീറ്റാണ്, അതായത് റെഡ് മീറ്റ്. ബീഫിലും അതുപോലെ മട്ടനിലും അതിൻ്റെയൊക്കെ ലിവറിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്നത്. ഇനി അതുപോലെ മിൽക്ക്, പാലിനിപ്പം പാല് ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ ചിലർക്ക് വയറ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ളവർക്ക്, അല്ലെങ്കിൽ പാലിനോട് പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് പാലുൽപ്പന്നങ്ങളും യൂസ് ചെയ്യാം അത് പ്രശ്നങ്ങളില്ലെങ്കിൽ. അതായത് ചീസ്, കേട്, യോഗട്ട്, ബട്ടർ ഇതുപോലത്തെ പാലുൽപ്പന്നങ്ങളിലും വൈറ്റമിൻ B12 നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയിൽ വൈറ്റമിൻ B12 നന്നായിട്ടുണ്ട്. മുട്ടയിൽ തന്നെ മുട്ടയുടെ യോക്ക്, മുട്ടയുടെ മഞ്ഞക്കരുവിനാണ് കൂടുതലായിട്ട് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വെജിറ്റേറിയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് തേങ്ങാപ്പാലിൽ, ചില ബീൻസിലൊക്കെ, ചില പയറുവർഗ്ഗങ്ങളിൽ ഇതിലൊക്കെയാണ് വൈറ്റമിൻ, പിന്നെ സോയാബീനിലൊക്കെയാണ് വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്നത്. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കും ഇത്തരം വെജിറ്റേറിയൻ ഫുഡിൽ. അപ്പോൾ വൈറ്റമിൻ B12 ലക്ഷണങ്ങളും എന്തൊക്കെ കൊണ്ടാണ് ഇത് വരുന്നത്, ഈ ഡെഫിഷ്യൻസി വരുന്നത്, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡയറ്റ് കഴിക്കണം, എങ്ങനെയൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസിനെ മറികടക്കാനാവുക, എന്തൊക്കെ കഴിച്ചാലാണ് വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയും മറ്റ് അസുഖങ്ങളും വേറെ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് അസുഖങ്ങളും കൂടെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്, ഞങ്ങളുടെ ടീമിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള രോഗനിർണയമാണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കൺസൾട്ടേഷൻ വരുന്നത് പാണ്ടിക്കാട്, മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടും അതുപോലെ കോഴിക്കോട് ജില്ലയിലെ നടക്കാവുന്ന സ്ഥലത്തുമാണ് എൻ്റെ കൺസൾട്ടേഷൻ ഉള്ളത്. സ്നേഹത്തോടെ ഡോക്ടർ അജ്മി മഹ്മൂദ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. താങ്ക് യു.